നമ്പർ എന്താണ്, അങ്ങനെ നമ്പർ വാങ്ങിച്ചു. തൊട്ട് ടീച്ചർ ഞാൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ 3 പേര് വരുവാണ് ഈ ക്ലാസ്സിൽ. അങ്ങനെ അപ്പോഴേ തന്നെ ഏകദേശം ഒരു 10-12 വർഷത്തിന് ശേഷം 3 പേരെ കാണുക എന്ന് വെച്ചാൽ അത് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ 3 പേര് വരുമല്ലേ. അന്നേരം മുരുകേഷ് വന്ന് അങ്ങനെ എനിക്ക് കോൺഫറൻസ് ലെറ്റർ ആയിട്ട് വന്നിരുന്നു. ദീപ്തിയെ പറ്റിയിട്ട്, ദീപ്തിയുടെ ക്യാരക്ടർ എങ്ങനെയുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഒരു മെയിലൊക്കെ അയച്ചിരുന്നു. ദീപ്തി പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ചുകൾ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നല്ലോ ബ്രാഞ്ചിൽ. അങ്ങനെ എപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നോ അല്ലേ? അറിയാമോ? നേരിട്ട് വരിക. അപ്പം ഇതിനെ ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാണ്. ഇതേപോലെ ഈ ഒരു കോറം ഇനി കൂട്ടി ഇതേ ഒരു ഹാപ്പിനെസ്സോട് കൂടി എല്ലാവരും സന്തോഷത്തോടെ ജീവിതത്തിലും ഇനി എല്ലാവരും ഇതേപോലെ കൂട്ടായ്മയോടുകൂടി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നടത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും വർഷത്തിന് ശേഷം ആ സ്നേഹം പിന്നെ അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയ പൃഥ്വിരാജ്. നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിനൊക്കെ വേറെ വേറെ
ഹലോ രാവിലെ പറയണം. അപ്പൊ നമ്മൾ രാവിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്തത് സുമമിസ്സാണ്. മിസ്സുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിലുള്ള ഇൻട്രൊഡക്ഷനും ബാക്കി സംവിധാനങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഈ ഗെറ്റ് ടുഗദറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വനിത എന്ന രീതിയിൽ ആദ്യം വിനീതയെ ക്ഷണിച്ചു കൊടുത്തു. മാർക്കറ്റിലാണെന്ന് ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും കുഴപ്പമില്ല. മീൻ വാങ്ങാൻ പോകുന്ന വഴി സൂപ്പിൽ കയറി കവിതയ്ക്ക് 1000 രൂപ. എന്തെങ്കിലും പല കഥകൾ പറയുന്നുണ്ട്. അത് ഏതാണെന്ന് നോക്കില്ല. ഇവന്റെ കഴിഞ്ഞ